നമസ്കാരം. ഹെൽത്ത് ടോക്കിലേക്ക് എല്ലാ പ്രേക്ഷകരെയും സ്വാഗതം ചെയ്യുകയാണ്. അപ്പോൾ ഇന്ന് നമ്മൾ ഹെൽത്ത് ടോക്കിൽ സംസാരിക്കാൻ പോകുന്ന വിഷയം കുട്ടികളിലെ ആരോഗ്യം, അത് പ്രത്യേകിച്ച് ഈ മഴക്കാലത്ത് എന്നുള്ളതാണ്. അപ്പോൾ ഇതേക്കുറിച്ച് സംസാരിക്കാനായി നമ്മളോടൊപ്പം ചേരുന്നത് തിരുവനന്തപുരം മുറിഞ്ഞപാലത്തുള്ള ജിജി സിഗ്നേച്ചർ ആശുപത്രിയിലെ പീഡിയാട്രിക് വിഭാഗം സീനിയർ കൺസൾട്ടൻ്റായ ഡോക്ടർ കൃഷ്ണമൂർത്തി SS ആണ്. അപ്പോൾ പ്രേക്ഷകർക്ക് ചോദ്യങ്ങൾ ഡോക്ടറോട് ചോദിക്കാവുന്നതാണ്. സ്വാഗതം ഡോക്ടർ. താങ്ക് യു. ഹലോ. ഇപ്പോൾ ഈ കുട്ടികളിലെ ആരോഗ്യം വളരെ വാസ്റ്റായിട്ടുള്ള ഒരുപാട് പേർ അതിൽ സംശയങ്ങൾ ചോദിക്കാൻ ആഗ്രഹിക്കുന്ന ഒരു വിഷയമാണ്. അത് പ്രത്യേകിച്ച് ഈ മഴക്കാലത്ത് എന്നുള്ളതാണ്. അതിലൊരു കാരണം ആശങ്കകൾ കൂടി നിൽക്കുന്ന ഒരു സമയം എന്നുള്ളതാണ്. അപ്പോൾ ഈ ഇൻഫെക്ഷൻസ് ഇല്ലാത്ത, ചെറുതും വലുതുമായ ഇൻഫെക്ഷൻസ് ഇല്ലാത്ത വീടുകൾ ഈ സമയത്ത് ഇല്ലല്ലോ. അപ്പോൾ ഈ കുട്ടികളിലെ ആരോഗ്യം ഈ സമയത്ത് ഈ രോഗവ്യാപന കാലത്ത് അത് പിടിപെടാതിരിക്കാൻ എന്തൊക്കെ ശ്രദ്ധിക്കണം? വളരെ നല്ല ചോദ്യമാണ്. പൊതുജനങ്ങൾ അറിഞ്ഞിരിക്കേണ്ട ഒരു കാര്യവുമാണിത്. സാംക്രമിക രോഗങ്ങളാണ് കുട്ടികളിലെ ഈ സമയത്ത് കൂടുതലും കാണപ്പെടുന്നത്. കാരണം 2 മാസത്തോളം വീട്ടിലിരുന്ന് കഴിഞ്ഞതിന് ശേഷം സ്കൂളുകൾ തുടങ്ങുന്ന സമയത്ത് അവരുടെ ആ ഒരു പരിതസ്ഥിതി വ്യത്യാസപ്പെടുകയാണ്. വീട്ടിലുള്ള പരിതസ്ഥിതിയല്ല സ്കൂളിൽ. എല്ലാവർക്കും സ്കൂളിൽ പോകണം. അങ്ങനെ വ്യഗ്രത കൊണ്ടിരിക്കുന്ന സമയത്ത് എന്തെങ്കിലും ചെറിയ അസുഖങ്ങളുണ്ടെങ്കിൽ തന്നെ കുട്ടികളെ സ്കൂളിൽ നിന്ന് മാറ്റി നിർത്താൻ രക്ഷിതാക്കൾ ആരും തന്നെ ഇഷ്ടപ്പെടില്ല. അപ്പോൾ ചെറിയ പ്രശ്നങ്ങളുള്ളവരെല്ലാവരും തന്നെ സ്കൂളിൽ ഹാജരാകുമ്പോൾ അത് പെട്ടെന്ന് തന്നെ രോഗവ്യാപനത്തിന് ഇടയാകും. അപ്പം നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം എന്തെന്ന് ചോദിച്ചാൽ, രോഗവ്യാപനം തടയാനായിട്ട് അസുഖമുള്ള ആളുകൾ, പ്രത്യേകിച്ച് കുട്ടികളും അതുപോലെ തന്നെ ടീച്ചർമാരും, അസുഖമുള്ളവർ മറ്റുള്ളവരുമായി സമ്പർക്കത്തിൽ വരാതിരിക്കാനായിട്ട് സൂക്ഷിക്കണം. പക്ഷേ ഇത് പലർക്കും സ്വീകാര്യമായ ഒരു നടപടിയല്ല എന്നുള്ളത് കൊണ്ടാണ് നമുക്കിവിടെ രോഗവ്യാപനം കൂടുതലാകുന്നത്. രണ്ടാമതായിട്ട് മഴക്കാലത്ത് നമ്മുടെ നാട്ടിലെ ശുചീകരണ പ്രവർത്തനങ്ങൾ എത്രയൊക്കെ നല്ലതാണ് എന്ന് പറഞ്ഞെങ്കിലും അതിലൊക്കെ പരിമിതികളുണ്ട്. വേസ്റ്റ് വാട്ടർ, ഈ പറഞ്ഞ പല സ്ഥലത്തും വാട്ടർ ലോഗിങ്, വെള്ളം ഇങ്ങനെ അടിഞ്ഞുകൂടിയിരുന്ന് ആൾക്കാർക്ക് അതിലൂടെ പോകേണ്ട സമയത്ത് അതിൽ നിന്ന് വരുന്ന പലതരത്തിലുള്ള അസുഖങ്ങൾ, ഉദാഹരണം എലിപ്പനി പോലെയുള്ള അസുഖങ്ങൾ വരാവുന്നതാണ് ചെളിവെള്ളത്തിലൂടെ നടക്കുമ്പോൾ. ഡോക്ടർ, ഈ സമയം പ്രേക്ഷകർ നമുക്കൊപ്പം ചേരുന്നുണ്ട്. കൊല്ലത്ത് നിന്ന് പീറ്റർ എന്നൊരു പ്രേക്ഷകനുണ്ട്. ചോദിക്കാം ഡോക്ടറോട്. ചോദിച്ചോളൂ. നമസ്കാരം. ചോദിച്ചോളൂ. ഞാൻ എൻ്റെ മോളുടെ കുഞ്ഞിനെ, അവൾക്ക് 15 വയസ്സായി. അപ്പോൾ അവൾക്കുള്ള പല്ലുമേല് ഒരു ഗ്രീൻ ഷെയ്ഡ് കണക്ക് കാണുന്നത്. അപ്പോൾ ഇവിടെ ലോക്കലായിട്ട് ഡെന്റിസ്റ്റിനെ കണ്ടപ്പോൾ ഡെന്റിസ്റ്റ് പറഞ്ഞ് പല്ലൊന്ന് ക്ലീൻ ചെയ്യണമെന്ന് പറഞ്ഞു. അപ്പോൾ ഒരു ഗ്രീൻ കളറാണ് പല്ലിൽ വരുന്നതാണ്, ഒരു ലൈറ്റ്. ടെലിഫോൺ ലൈനിൽ ഡിസ്റ്റർബൻസ് ഉണ്ടായി എന്ന് തോന്നുന്നു. അദ്ദേഹം ഈ പല്ല് സംബന്ധമായ പ്രശ്നമാണ് പറയാൻ വന്നതെന്ന് തോന്നുന്നു. നമുക്ക് ആ കോള് കട്ടായി വരികയാണെങ്കിൽ അതിലേക്ക് പോകാം. അപ്പോൾ ഈ ഡോക്ടർ പറഞ്ഞു വന്നത് നമ്മൾ എലിപ്പനി പോലെ സാധാരണയിൽ കുറച്ചുകൂടി ഗൗരവത്തോടു കൂടി കാണേണ്ട ആരോഗ്യ പ്രശ്നങ്ങൾക്ക് കൂടി ഈ സമയം സാധ്യതയുണ്ട് എന്നുള്ളതാണ് അല്ലേ? അതെ. ഇപ്പോൾ എലിപ്പനി കൂടാതെ വെള്ളം മാലിന്യം കലർന്ന് വരുന്ന സമയത്ത് അതിലൂടെ വരുന്ന പല അസുഖങ്ങളുമുണ്ട്. അതിലൊന്നാണ് വയറിളക്ക രോഗങ്ങൾ. വയറിളക്ക രോഗങ്ങൾ, ഹെപ്പറ്റൈറ്റിസ് A അല്ലെങ്കിൽ സാധാരണ മഞ്ഞപ്പിത്തം എന്നിവ രണ്ടും ഈ സമയത്ത് വളരെ കൂടുതലായിട്ട് കാണാറുണ്ട്. ഇതെല്ലാം പ്രിവെൻറ്റ് ചെയ്യാനായിട്ട് അല്ലെങ്കിൽ ഇതെല്ലാം വരാതിരിക്കാനായിട്ട് ഒരു പരിധിവരെ നമുക്ക് വാക്സിനേഷൻ ഉപയോഗിക്കാൻ പറ്റും. മൂന്നാമത്, പല സ്ഥലത്തും വെള്ളം കെട്ടി നിൽക്കുന്നതോടുകൂടി മോസ്കിറ്റോസ് അല്ലെങ്കിൽ കൊതുക് മുട്ടയിട്ട് ലാർവയായി അത് കഴിഞ്ഞതിന് ശേഷം വിരിയുന്നതോടുകൂടി കൊതുക് വഴി സംക്രമണം നടക്കുന്ന അസുഖങ്ങൾ, പ്രത്യേകിച്ചും ഡെങ്കു പോലെയുള്ള അസുഖങ്ങൾ വളരെ കൂടുതലായിട്ട് കാണപ്പെടുന്നുണ്ട്. ഈ ഡെങ്കു എന്ന് പറയുന്നതും വളരെ അപകടകാരിയായ ഒരു അസുഖമാണ്, പ്രത്യേകിച്ചും കുട്ടികളിൽ. ഒരുപക്ഷെ ആദ്യം ഡെങ്കു വരുമ്പോൾ അത് വലിയ പ്രശ്നങ്ങൾ ഉണ്ടാക്കാറില്ല. അതിന് പ്രൈമറി ഡെങ്കു എന്ന് പറയും. പക്ഷേ സെക്കൻഡറി ഡെങ്കു വന്നു കഴിഞ്ഞാൽ അത് ചിലപ്പോൾ കൂടുതൽ അപകടത്തിലേക്ക് നയിക്കുകയും മരണം വരെ സംഭവിക്കുകയും ചെയ്യാവുന്ന ഒരു അസുഖമാണ്. അപ്പോൾ ഇതെല്ലാം ഒരു പരിധിവരെ നമ്മൾ പ്രിവെൻറ്റ് ചെയ്യാൻ സാധിക്കും, പ്രതിരോധിക്കാൻ സാധിക്കും എന്നുള്ളതും ജനം പൊതുവായി അറിഞ്ഞിരിക്കണം. തീർച്ചയായും. നമുക്ക് കാഞ്ഞങ്ങാട് നിന്നും ജോസ് എന്നൊരു പ്രേക്ഷകൻ ചേരുന്നുണ്ട്. ശ്രീ ജോസ്, ചോദിച്ചോളൂ ഡോക്ടർ. ഹലോ പറഞ്ഞോളൂ. കേൾക്കാം. ഞാൻ ചോദിക്കുന്നത് സാറേ, സ്കൂളൊക്കെ കഴിഞ്ഞ് കുട്ടികള് പിന്നെ സ്കൂളിലേക്ക് പോവാണ്. ഹലോ, പറഞ്ഞോളൂ, കേൾക്കാം. സ്കൂളിലേക്ക് കുട്ടികൾ പോകാൻ തുടങ്ങി. ശരി. അപ്പോഴേക്ക് പിന്നെ ഇപ്പോ കൂടുതൽ കഫക്കെട്ടും മറ്റേ അനുബന്ധ അസുഖങ്ങളും വന്നുകൊണ്ടിരിക്കുകയാണ്. ശരി. അപ്പോ പിന്നെ നമ്മുടെ ഈ സ്കൂൾ തുറന്നതിന് ശേഷം കുട്ടികൾക്ക് കൂടുതലായിട്ട് അസുഖങ്ങളുണ്ട്. അത് ഈ ജലത്തിൽ നിന്നുണ്ടാകുന്നതാണോ അല്ലെങ്കിൽ മറ്റ്
വെള്ളത്തിൽ നിന്നുണ്ടാകുന്ന പ്രശ്നങ്ങളൊക്കെയാണ് കൂടുതൽ വരുന്ന രോഗങ്ങൾ. അത് പരിഹരിക്കാനുള്ള ആവശ്യമായ സജ്ജീകരണങ്ങൾ എന്താണ് ഡോക്ടർ ചെയ്യേണ്ടത്? നമ്മൾ ഇതിൽ അറിഞ്ഞിരിക്കേണ്ട ഒരു കാര്യം, ഈ പറഞ്ഞ ശ്വാസകോശ സംബന്ധമായ രോഗങ്ങൾ വെള്ളത്തിലൂടെയല്ല പകരുന്നത്, അത് വായുവിലൂടെയാണ് പകരുന്നത്. അസുഖമുള്ള ഒരാളിൽ നിന്ന് മറ്റൊരാളിലേക്ക് വരുന്നതാണ് രോഗാണുക്കളിലൂടെയാണ് പകരുന്നത്. ഈ രോഗാണുക്കൾ എന്ന് പറയുന്നത് വൈറസുകളാകാം, ബാക്ടീരിയയാകാം, അങ്ങനെ പലതരത്തിലുള്ള രോഗാണുക്കളുണ്ട്. മിക്കവാറും 10ൽ 7 ഇൻഫെക്ഷൻസും മിക്കവാറും വൈറസുകൾ കൊണ്ടാണ് വരുന്നത്. അത് വളരെ പെട്ടെന്ന് ഒരാളിൽ നിന്ന് മറ്റൊരാളിലേക്ക് പിടിക്കാനിടവരികയും അല്പനാളത്തേക്ക്, ഏകദേശം 3 മുതൽ 4 ദിവസം വരെയോ പരമാവധി ഒരാഴ്ച വരെയോ കുട്ടി അസുഖത്തിന് അടിമപ്പെടുകയോ ചെയ്യാം. പക്ഷേ അതിൽ നിന്ന് നോർമലായിട്ട് സാധാരണഗതിയിൽ തന്നെ റിക്കവറി പ്രതീക്ഷിക്കാവുന്നതാണ്. അതേസമയം ബാക്ടീരിയൽ ഇൻഫെക്ഷൻസ് പ്രധാനമാണ്. അത് വരാതിരിക്കാനായിട്ട് നമ്മൾ സമയബന്ധിതമായിട്ട് വാക്സിനേഷനുകൾ, ഉദാഹരണം പ്രിവനാർ എന്ന് പറയുന്ന ന്യൂമോകോക്കൽ വാക്സിനേഷൻ നമ്മൾ കൊച്ചുനാൾ തൊട്ട് തന്നെ 2 മാസം, 4 മാസം, 6 മാസം എന്ന സമയത്തിൽ, അല്ലെങ്കിൽ 6 ആഴ്ച, 10 ആഴ്ച, 14 ആഴ്ച എന്നീ സമയങ്ങളിൽ ആ വാക്സിനേഷനുകൾ എടുക്കുന്നതും ഒരു പരിധിവരെ അവർക്ക് ഈ അസുഖങ്ങളെ ചെറുത്ത് നിൽക്കാനായിട്ട് സഹായിക്കും. സ്കൂളിൽ പോകുന്നതോടുകൂടി അസുഖമുള്ള കുട്ടികളുമായിട്ട് സമ്പർക്കത്തിൽ വരുന്നത് കൊണ്ടാണ് അവർക്ക് ഈ അസുഖം വരുന്നത്. അത് നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ കഴിയുന്നതും അസുഖമുള്ള ആളുകൾ സ്കൂളിൽ വരാതിരിക്കുക, മറ്റു കുട്ടികളുമായി സമ്പർക്കത്തിൽ ഇല്ലാതിരിക്കുക. ഇതാണ് ചികിത്സയ്ക്ക് അല്ലെങ്കിൽ പ്രിവെൻറ്റ് ചെയ്യാനുള്ള ഏറ്റവും നല്ല മാർഗം അത് തന്നെയാണ്. ഓക്കെ, അപ്പോൾ ഡോക്ടർ, നമ്മൾ ഈ രോഗവ്യാപന സാഹചര്യങ്ങൾ, സാധ്യത അതേക്കുറിച്ച് പറഞ്ഞു. ഇനി ഇതിലേക്ക് പ്രിവെൻറ്റ് ചെയ്യാൻ ഇതിന് മുൻപുള്ളൊരു സ്റ്റെപ്പ് അതെന്തായിരിക്കും? ആരോഗ്യം, രോഗപ്രതിരോധ ശേഷി കൂട്ടാൻ ആരോഗ്യപരമായി കുട്ടികളിൽ ഈ സമയത്ത് ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ. വളരെ നല്ല ചോദ്യമാണ്. ശരിക്കും അസുഖം വന്നതിന് ശേഷം അത് ചികിത്സിക്കുന്നതിനേക്കാൾ എപ്പോഴും നല്ലത് തന്നെയാണ് രോഗം വരാതെ സൂക്ഷിക്കുക എന്ന് പറയുന്നത്. രോഗം വരാതെ സൂക്ഷിക്കാനായിട്ട് എനിക്ക് പ്രധാനമായിട്ടും 2 കാര്യങ്ങളാണ് പറയാനുള്ളത്. ഒന്ന്, പോഷകാഹാരങ്ങൾ കുട്ടികൾക്ക് ആവശ്യത്തിന് നൽകുക, അവരുടെ വളർച്ച നോർമലാണ് എന്ന് ഉറപ്പുവരുത്തുക. 2, സമയബന്ധിതമായി അവർക്ക് കൊടുക്കേണ്ട വാക്സിനേഷനുകളെല്ലാം കൊടുക്കുക. ഇന്ന് ഇന്ത്യയിൽ അംഗീകരിച്ചിട്ടുള്ള വാക്സിനേഷൻ, ഒരുപാട് വാക്സിനേഷനുകളുണ്ട്. അവയെല്ലാം കുട്ടികൾക്ക് രോഗപ്രതിരോധ ശേഷി വർദ്ധിപ്പിക്കാനായിട്ട് സഹായിക്കുന്നതാണ്. ഈ വാക്സിനേഷനുകൾ ആവശ്യമുണ്ടോ ഇല്ലയോ എന്നെല്ലാം ലോകാരോഗ്യ സംഘടനയും മറ്റ് ആരോഗ്യ സംഘടനകളും വളരെ നീതിയുക്തമായി വാദിച്ച് അത്യാവശ്യമാണ് എന്ന് കണ്ടിട്ടുള്ളതാണ്. അത് കുട്ടികൾക്ക് ഉപയോഗിക്കുന്നത് കൊണ്ട് യാതൊരു തരത്തിലുള്ള ബുദ്ധിമുട്ടുകളും ഉണ്ടാകുകയില്ല, അവ ഫലപ്രദമാണ് എന്നും തെളിയിക്കപ്പെട്ടിട്ടുള്ളതിനാൽ ഈ വാക്സിനേഷൻ എടുക്കുന്നതിനായിട്ട് ആരും ഒരു കാരണവശാലും മടി എടുക്കാൻ പാടില്ല, മടി കൂടാൻ പാടില്ല. ഈ 2 കാര്യങ്ങൾ ശ്രദ്ധിച്ചാൽ തീർച്ചയായിട്ടും കുട്ടികൾ ആരോഗ്യവാന്മാരായിരിക്കും എന്നുള്ളതിൽ സംശയമില്ല. തീർച്ചയായും. ഒരു പ്രേക്ഷകൻ കൂടി ചേരുന്നുണ്ട്, ഡോക്ടർ. കൊല്ലത്ത് നിന്നും അനിൽകുമാർ. ശ്രീ അനിൽകുമാർ, ചോദിച്ചോളൂ ഡോക്ടറോട്. ഡോക്ടർ, എന്റെ മോന്റെ കുഞ്ഞിന് വേണ്ടിയാ വിളിക്കുന്നത്. ചോദിച്ചോളൂ. ഡോക്ടർ, എന്റെ മോനെ ഇപ്പൊ 6 വയസ്സായി, ഫസ്റ്റ് സ്റ്റാൻഡേർഡാണ്. ശരി. അപ്പൊ അവൻ സ്കൂളിൽ ചെല്ലുമ്പോ പുതിയതായിട്ട് ചെന്നാണെന്ന് അറിയുമ്പോ അവനങ്ങ് ഛർദില് വരുന്നു. ശരി. ഛർദില് വരുന്ന അങ്ങനെ ഒരു പ്രാവശ്യം ഛർദി. ശരി. പിന്നെ അത് കഴിഞ്ഞിട്ട് അവന് ഈ ചില സ്മെല്ലുകൾ പിടിക്കുന്നില്ല. അപ്പൊ ചോദിച്ചപ്പോ പറഞ്ഞത് സ്കൂളിലെ സ്മെല്ല് പിടിക്കുന്നില്ല എന്നാണ് പറഞ്ഞത്. അത് എന്തുകൊണ്ടായിരിക്കുമല്ലോ? ഇത് കുട്ടികൾ ആഹാരം കഴിപ്പും കുറവാണ്. ശരി. ശരി. 6 വയസ്സുള്ള കുട്ടി ആദ്യമായിട്ട് സ്കൂളിൽ പോകുമ്പോൾ കുട്ടിക്ക് തീർച്ചയായിട്ടും ഒരു മാനസിക സംഘർഷം ഉണ്ടാകും. ഇതിനു മുമ്പ് KG ക്ലാസ്സിലും എല്ലാം പോയിട്ടുണ്ടെങ്കിൽ തന്നെ പുതിയ സഹപാഠികളുമായിട്ട് ഒത്തുചേരാനും പുതിയ സാഹചര്യത്തിലേക്ക് എത്തിച്ചേരുമ്പോഴും കുട്ടികൾക്ക് എപ്പോഴും ഒരു പിരിമുറുക്കമുണ്ടാകും. അതിൻ്റെ കൊണ്ടാണ് ഈ പറഞ്ഞ വൊമിറ്റിങ് അല്ലെങ്കിൽ അല്പം ഈ ഛർദി എന്ന് പറയുന്നതൊക്കെ കാണപ്പെടുന്നത്. താരതമ്യേന കുറഞ്ഞ ഒരു പ്രശ്നമാണിത്. സ്കൂളുകളിൽ ചെന്ന് പുതിയ കൂട്ടുകാരുമായിട്ട് ഇടപഴകി കഴിയുമ്പോഴത്തേക്ക് ആ എൻവയോൺമെൻറ്റ് അല്ലെങ്കിൽ ആ പരിസ്ഥിതിയുമായിട്ട് കുട്ടികൾ ഇഷ്ടപ്പെട്ട് കഴിയുമ്പോഴത്തേക്ക് ഈ പ്രശ്നം ഇല്ലാതാകും. ഇതിന് പ്രത്യേകിച്ച് ചികിത്സയുടെ ഒന്നും ആവശ്യമില്ല. ഓക്കെ. അപ്പോൾ ഡോക്ടർ, നേരത്തെ നമ്മൾ സംസാരിച്ചിരുന്നത് ഈ വാക്സിൻസിൻ്റെ കാര്യം. ഡോക്ടർ, മാൻഡേറ്ററി വാക്സിൻസ്, അതിൻ്റെ ഒരു പ്രാധാന്യം, അവബോധം എത്രത്തോളം വേണമെന്നുള്ളത് പറഞ്ഞു. പക്ഷേ ഈ മാൻഡേറ്ററി വാക്സിൻസിനപ്പുറത്തേക്ക് ഈ ഫ്ലൂ വാക്സിൻസ് ഇപ്പോൾ കുറച്ചധികം ചർച്ച ചെയ്യപ്പെടുന്നുണ്ട്, കുറച്ചധികം ആളുകളിലേക്ക് എത്തിക്കുന്നുണ്ട്. അതിൻ്റെ ഒരു പ്രാധാന്യം എത്രത്തോളമാണ് ഈ സമയത്ത് നമ്മൾ കാണേണ്ടത്?
നമുക്ക് വാക്സിനുകളെ രണ്ടായിട്ട് തരംതിരിക്കാം. ഒന്ന്, സർക്കാർ എല്ലാ കുട്ടികൾക്കും കൊടുക്കാനായിട്ട് തീരുമാനിച്ചിരിക്കുന്ന വാക്സിനുകൾ, മാൻഡേറ്ററി വാക്സിനുകൾ. ഈ വാക്സിനേഷൻ എന്ന് പറയുന്നത് നമ്മൾ മനസ്സിലാക്കേണ്ടത് അത് എടുക്കുന്ന ആളിന് മാത്രമല്ല, അവരുൾപ്പെട്ട സമൂഹത്തിനും കൂടെയാണ്. അതായത് ഈ വാക്സിൻ ഒരു പരിധിവരെ സമൂഹത്തിലെ എല്ലാവരും എടുത്തെങ്കിൽ മാത്രമേ ഈ അസുഖത്തെ മാറ്റി നിർത്താൻ സാധിക്കുകയുള്ളൂ. അങ്ങനെ എടുക്കുന്ന വാക്സിനുകളിൽ ചില വാക്സിന് കോസ്റ്റ് കണ്ടമാനം കൂടുതലാണ്. പുതിയ വാക്സിനുകളായ ഫ്ലൂ വാക്സിൻ, അതുപോലെ തന്നെ MMR വാക്സിൻ, ഹെപ്പറ്റൈറ്റിസ് എ വാക്സിൻ, ഇങ്ങനെയുള്ള വാക്സിനൊക്കെ താരതമ്യേന വില കൂടുതലാണ്. ഇങ്ങനത്തെ വാക്സിനുകൾ എല്ലാവർക്കും സൗജന്യമായി കൊടുക്കാൻ ഒരു സർക്കാരിനും സാധിക്കില്ല. ഈ പറഞ്ഞ ഡെവലപ്പിംഗ് കൺട്രീസിൽ സാധിക്കില്ല, ഡെവലപ്ഡ് കൺട്രീസിൽ അത് കൊടുക്കുന്നുണ്ട്. അതുകൊണ്ട് വാക്സിനുകൾ രണ്ട് തരത്തിലാണ്. ഒന്ന്, ഓപ്ഷണൽ വാക്സിൻസ് എന്ന് പറയും. അതായത് നിങ്ങൾക്ക് സാമ്പത്തിക സൗകര്യമുണ്ടെങ്കിൽ എടുത്തോളൂ എന്നാണ് അതിൻ്റെ അർത്ഥം. ഓപ്ഷണൽ എന്ന് പറഞ്ഞാൽ നിങ്ങൾ വേണമെങ്കിൽ എടുത്തോളൂ, വേണ്ടെങ്കിൽ എടുക്കണ്ട എന്നല്ല അതിൻ്റെ ഉദ്ദേശം. സാമ്പത്തിക സൗകര്യമുണ്ടെങ്കിൽ നിങ്ങൾ എടുക്കുക, അങ്ങനത്തെ നല്ലതാണ് എന്നുള്ളതിൽ സംശയമില്ല. അതിൽപ്പെട്ട ഒരു വാക്സിനാണ് ഫ്ലൂ വാക്സിൻ. ഈ ഫ്ലൂ എന്ന് പറയുന്നത് മഴക്കാല രോഗത്തിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു അസുഖമാണ്. നമുക്ക് ഈ ഫ്ലൂ എന്ന് പറയുന്ന ഇൻഫ്ലുവൻസ എ, ഇൻഫ്ലുവൻസ ബി, ഇങ്ങനെ രണ്ട് തരത്തിലുള്ളതാണ് പ്രധാനമായിട്ടുമുള്ളത്. ഇത് വന്നു കഴിഞ്ഞാൽ കടുത്ത പനി, തലവേദന, ശരീരം വേദന, ചില കുട്ടികൾക്ക് ജന്നി വരെ വരാവുന്ന ഒരു പ്രശ്നമാണ്. 5 വയസ്സിൽ താഴെയുള്ള കുട്ടികൾക്ക് മറ്റ് കുട്ടികളെ അപേക്ഷിച്ച് രോഗപ്രതിരോധ ശേഷി കുറവാണ്. അതുപോലെ തന്നെ പ്രായാധിക്യമുള്ള ആളുകൾക്കും രോഗപ്രതിരോധ ശേഷി കുറവാണ്. അതുപോലെ ഇമ്മ്യൂണിറ്റി കുറയ്ക്കാനായിട്ടുള്ള മരുന്നുകൾ കഴിക്കുന്നവർക്ക് രോഗപ്രതിരോധ ശേഷി കുറവാണ്. അങ്ങനെയുള്ളവർക്കൊക്കെ ഫ്ലൂ വാക്സിനേഷൻ നിർബന്ധമാണ്. ഈ ഫ്ലൂ വാക്സിൻ വാർഷിക വാക്സിനാണ്. അതായത് എല്ലാ വർഷവും ഈ ഫ്ലൂ വാക്സിൻ പുതിയ തരത്തിലുള്ള ഫ്ലൂ വൈറസിനെതിരെ ആയത് കാരണം എല്ലാ വർഷവും പുതിയ വാക്സിൻ എടുക്കേണ്ടതാണ്. പക്ഷേ ഇത് വളരെ നല്ലൊരു കാര്യമാണ്, എടുക്കേണ്ടത് അത്യാവശ്യമാണ് താനും. ഓക്കെ, വീണ്ടും പ്രേക്ഷകരിലേക്ക് പോകാം. മഞ്ചേരിയിൽ നിന്ന് മുഹമ്മദ് എന്നൊരു പ്രേക്ഷകൻ ചേരുകയാണ്. ശ്രീ മുഹമ്മദ്, ചോദിച്ചോളൂ. ഓക്കെ, ടെലിഫോൺ ബന്ധം നഷ്ടമായെന്നാണ് തോന്നുന്നത്. ഡോക്ടർ, നമ്മൾ ഈ ആരോഗ്യത്തിൻ്റെ കാര്യത്തിൽ നേരത്തെ പറഞ്ഞു നിർത്തിയായിരുന്നല്ലോ. ഈ ആദ്യത്തെ കാര്യം ഒരു സമീകൃത ആഹാര ശീലം എന്നുള്ളതാണ്. അപ്പോൾ അതിൽ ഈ ഒരു രോഗപ്രതിരോധം കൂട്ടാൻ ശ്രദ്ധിക്കേണ്ടത് ഈ വൈറ്റമിൻ സി ആണെന്നൊക്കെ പറയുന്നത്. അപ്പോൾ ഒരു ബാലൻസ്ഡ് ഡയറ്റ് കുട്ടികളിൽ ഈ സമയത്ത് എങ്ങനെയാണ് നമുക്ക് കൊണ്ടുവരാൻ സാധിക്കുക? എഗെയിൻ വളരെ നല്ലൊരു ചോദ്യമാണ്. നമുക്ക് മനസ്സിലാക്കേണ്ട ഒരു കാര്യം എന്തെന്ന് ചോദിച്ചാൽ, കുട്ടികളുടെ വളർച്ചയിൽ ആദ്യത്തെ 1000 ദിവസം, അതായത് ഏകദേശം 3 വർഷക്കാലം എന്ന് പറയുന്നത് വളരെ പ്രധാനപ്പെട്ട ഒരു ഘട്ടമാണ്. നമുക്കറിയാം, ജനിക്കുന്ന സമയത്ത് ഒരു കുട്ടിയുടെ തൂക്കം ഏകദേശം 3 കിലോയാണ് ഭാരതത്തിൽ കണ്ടുവരുന്നത്. ഈ 3 കിലോ ഉള്ള കുട്ടി ഒരു വർഷം കൊണ്ട് 9 കിലോ ആയി മാറുകയാണ് ചെയ്യുന്നത്. അതായത് 3 ഇരട്ടി ഭാരവ്യത്യാസം വരണം. അതാണ് സാധാരണ വളർച്ച. അതുപോലെയുള്ളൊരു വളർച്ച ജീവിതകാലത്ത് മറ്റൊരു സമയത്തും, ഒരു വർഷത്തിൽ ആദ്യമുണ്ടായിരുന്നതിൻ്റെ 3 ഇരട്ടി വെയിറ്റ് എന്ന് പറയുന്നത് പിന്നെ ഒരിക്കലും കൂടുന്നില്ല. അത് കാരണം ഈ സമയത്ത് കുട്ടിക്ക് ആവശ്യമായ പോഷക സാധനങ്ങൾ, അത് പ്രോട്ടീന്, ഫാറ്റ് എന്ന് തുടങ്ങിയ എല്ലാം, കാർബോഹൈഡ്രേറ്റ്, പ്രോട്ടീൻ, ഫാറ്റ്, വൈറ്റമിൻസ്, മിനറൽസ്, ഇവയെല്ലാം തന്നെ കുട്ടിക്ക് ആവശ്യമായ രീതിയിൽ കൊടുത്തില്ല എന്നുണ്ടെങ്കിൽ ഈ ലവണങ്ങളുടെ അഭാവവും വൈറ്റമിൻസിൻ്റെ അഭാവവും പ്രോട്ടീൻ്റെ കുറവ് കൊണ്ട് പലതരത്തിലുള്ള അസുഖങ്ങൾ വരാം. ഡോക്ടർ, അപ്പോൾ കുട്ടികളിൽ കണ്ടുവരുന്ന രോഗങ്ങളെ നമുക്ക് എത്രയായി വേർതിരിക്കാം? എന്താണ് അതിൻ്റെ ഒരു വിഭാഗങ്ങൾ ഏതൊക്കെയാണ്? കുട്ടികളിൽ കാണപ്പെടുന്ന അസുഖങ്ങളെ ഞാൻ പ്രധാനമായും 3 തരങ്ങളിലായിട്ട് തിരിച്ച് കാണിക്കാം. ഒന്ന്, ജനിതക രോഗങ്ങൾ. ഇതിൽ നമുക്ക് കാര്യമായ നടപടിക്രമങ്ങളൊന്നും തന്നെ ഇല്ല. ഇത് പ്രിവെൻറ്റ് ചെയ്യണമെങ്കിൽ കൺസാങ്കുനസ് മാരേജസ്, അതായത് ബന്ധുക്കൾ തമ്മിലുള്ള വിവാഹം ഒഴിവാക്കുക എന്നത് മാത്രമേ ഉള്ളൂ ഈ ജനിതക രോഗങ്ങൾ തടയാനുള്ളൊരു മാർഗം. 2, സാംക്രമിക രോഗങ്ങൾ. ഈ സാംക്രമിക രോഗങ്ങൾ തടയാനായിട്ട് നമ്മൾ നേരത്തെ തന്നെ സൂചിപ്പിച്ചു, വാക്സിനേഷനുകൾ, ഇമ്മ്യൂണൈസേഷനുകൾ എടുക്കുക എന്ന് പറയുന്നത്. 3ാമത് ഏറ്റവും പ്രധാനമായിട്ട് കാണുന്നത് ജീവിതശൈലി രോഗങ്ങൾ. ഈ ജീവിതശൈലി രോഗങ്ങൾ ഒരു പക്ഷേ അഡൽസിന് മാത്രം കാണുന്ന ഒരു കാര്യമായിട്ടാണ് പലരും ധരിക്കുന്നത്. എന്നാൽ അങ്ങനെയല്ല. ഇന്ന് അല്ലെങ്കിൽ വർഷങ്ങൾക്ക് മുമ്പ് ഭാരതത്തിലുണ്ടായിരുന്ന ഒരു സ്ഥിതി, പോഷകാഹാരക്കുറവ് മൂലം കുട്ടികൾക്ക് പലതരത്തിലുള്ള അസുഖങ്ങൾ വരുന്നതായിരുന്നു. ഭാരതം പുരോഗമിച്ചുകൊണ്ടിരിക്കുകയാണ്. നമ്മുടെ പെർ ക്യാപിറ്റ ഇൻകം കൂടുതലായിട്ടുണ്ട്. അതോടുകൂടി തന്നെ മിഡിൽ ഇൻകം ഗ്രൂപ്പ് എന്ന് പറയുന്നത് എക്സ്പാൻഡ് ചെയ്യുന്നതോടുകൂടി നമ്മൾ കൂടുതലും ആഹാരം കൂടുതലായതിൻ്റെ ഭാഗമായിട്ട്
ആഹാരം കൂടുതലും വ്യായാമം കുറവും കുട്ടികൾക്ക് ലഭിക്കുന്നതും കാരണം അമിതവണ്ണം അഥവാ ഒബീസിറ്റി ഒരു പ്രശ്നമായിരിക്കുകയാണ്. ഓക്കെ ഡോക്ടർ, അവിടെ നിന്ന് നമുക്ക് കൂടുതൽ പറയേണ്ടതുണ്ട്. ഒരു പ്രേക്ഷക, അത് കേരളത്തിന് പുറത്ത് നിന്നാണ്, പൂനെയിൽ നിന്ന് തങ്കമ്മ എന്നൊരു പ്രേക്ഷക നമുക്കൊപ്പം ചേരുകയാണ്. ചോദിക്കാം ശ്രീമതി. എനിക്കൊന്ന് പറയാനുണ്ടായിരുന്നു. അതിനകത്ത് പേഴ്സണൽ ക്ലെൻലിനെസ് അത്യാവശ്യമാണ് പിള്ളേർക്ക്. തീർച്ചയായിട്ടും അതിനെപ്പറ്റി പറയുന്നില്ല. പിള്ളേര് പള്ളിക്കൂടത്തിൽ പോകുമ്പോഴത്തേക്കിന് കൈയൊക്കെ കഴുകാതെ ആഹാരം കഴിക്കുക, കൊടുത്തുവിടുന്ന ആഹാരം കഴിക്കുക, അവര് തിരിച്ചു വരുമ്പോഴത്തേക്കിന് അവരെ ഉടുപ്പ് മാറ്റിക്കുക, അതെല്ലാം അത് നോക്കുകയും കൂടി ചെയ്താൽ വളരെ നല്ലതായിരിക്കും എന്ന് എനിക്ക് തോന്നുന്നു. തീർച്ചയായിട്ടും അതിൽ പൂർണ്ണമായി യോജിക്കുകയാണ്. പക്ഷേ ഇതെല്ലാം മുതിർന്ന കുട്ടികൾക്കായിരിക്കും ഒരുപക്ഷെ തന്നെ ചെയ്യാനായിട്ടുള്ള അറിവുണ്ടാകുന്നത്. കൊച്ചുകുട്ടികളോട് പേരൻസും അതുപോലെ തന്നെ ടീച്ചേഴ്സും സ്കൂളിലുള്ള മറ്റ് ഹെൽപ്പേഴ്സും എല്ലാം അതിൽ കൂടുതൽ എൻകറേജ് ചെയ്യണം. അങ്ങനെയാണെങ്കിൽ തന്നെ ഒരു പരിധിവരെ നമുക്ക് അസുഖങ്ങൾ മാറ്റി നിർത്താൻ സാധിക്കും. വളരെ നല്ലൊരു സജഷൻ തന്നെയാണത്. അതെ, ഈ സമയത്ത് ശ്രദ്ധിക്കേണ്ട വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യം അല്ലേ. ഓക്കെ, നമ്മൾ പറഞ്ഞു വന്നത് ജീവിതശൈലി രോഗങ്ങളുടെ ഒരു ജീവിതശൈലി രോഗങ്ങളിൽ അമിതവണ്ണം എന്ന് പറയുന്ന കുട്ടികളിൽ കൂടി വരുന്നതായിട്ടാണ് ലോകാരോഗ്യ സംഘടനയുടെ പഠനങ്ങൾ വ്യക്തമാക്കുന്നത്. ഈ അമിതവണ്ണം കൂടിയാൽ എന്താ കുഴപ്പം എന്ന് ചിലപ്പം സംശയിച്ചേക്കാം. മനസ്സിലാക്കേണ്ടത് അമിതവണ്ണം കൂടുന്നതനുസരിച്ച് കുട്ടികളിൽ ബാക്കിയുള്ള അസുഖങ്ങൾ, ഉദാഹരണം ഡയബറ്റീസ്, ഹൈപ്പർ ടെൻഷൻ, കൊളസ്ട്രോളിൻ്റെ പ്രോബ്ലം, ഇതെല്ലാം സാധാരണഗതിയിൽ മറ്റ് കുഴപ്പങ്ങളൊന്നും ഇല്ലാത്ത ഒരാൾക്ക് 60 വയസ്സിൽ അല്ലെങ്കിൽ 85 വയസ്സിൽ വരുന്നത് അമിതവണ്ണമുള്ള ആളിന് 35 വയസ്സിൽ ഒക്കെ കാണും. അതായത് ഇവർ വലുതായി വരുമ്പോഴേക്ക് പ്രശ്നങ്ങളുള്ള അഡൽസായി മാറുകയാണ് ചെയ്യുന്നത്. അവർ രാജ്യത്തിനും അല്ലെങ്കിൽ സംസ്ഥാനത്തിന് ഒരു ബാധ്യതയാകാതിരിക്കണമെങ്കിൽ നമ്മൾ ചെറുപ്പകാലം തൊട്ട് തന്നെ ആഹാരക്രമത്തെ ശ്രദ്ധിച്ച് അമിതവണ്ണം വരാതെയും ന്യായമായ വ്യായാമം ചെയ്യുകയും ചെയ്യണം എന്നുള്ളതാണ് വളരെ ആവശ്യമാണ്. തീർച്ചയായും ശ്രദ്ധിക്കേണ്ട ഒരു പോയിന്റ് തന്നെയാണ്. തൃശ്ശൂരിൽ നിന്ന് സ്നേഹ എന്നൊരു പ്രേക്ഷകയാണ് നമുക്കൊപ്പം ചേരുന്നത്. ചോദിക്കാം ശ്രീമതി സ്നേഹ. അതെ, എന്റെ മോന് ഇന്നും ടോൺസിലസിന്റെ ആണ്, ഇന്നും പ്രശ്നമാണ് ടോൺസിലസിന്. അപ്പൊ ഇൻഫെക്ഷൻ ആവാൻ വേറെ ആന്റിബയോട്ടിക് കൊടുത്ത് മാറും. അതിന് വേറെ അതിന്റെ മരുന്നുണ്ടോ? ടോൺസിലൈറ്റിസ് എന്ന് പറയുന്നത് സാധാരണഗതിയിൽ ടോൺസിൽ എന്ന് പറയുന്നത് നമ്മുടെ ഈ തൊണ്ടയിൽ അന്നനാളത്തിലേക്കും അതുപോലെ ശ്വാസനാളത്തിലേക്കും പോകുന്ന 2 സ്ഥലത്തിലുള്ള ലിംഫോയിഡ് ഓർഗൻ എന്ന് പറയും. നമ്മൾ വായിക്കൂടെ ശ്വസിക്കുന്ന സമയത്തും ആഹാരം കഴിക്കുന്ന സമയത്തുമൊക്കെ ഒരുപാട് രോഗാണുക്കൾ ഉള്ളിലേക്ക് കടക്കുകയാണെങ്കിൽ അതിനെ പിടിച്ചു നിർത്തുന്ന ഒരു ഗാർഡ് പോലെയാണ്, അല്ലെങ്കിൽ ഒരു രക്ഷകനെ പോലെയാണ് ടോൺസിലിൻ്റെ പ്രവർത്തനം. ടോൺസിൽ ഇത് ചെയ്യുന്ന സമയത്ത് അതിൽ ഇൻഫെക്ഷൻ വരികയും അതിന് എന്തെങ്കിലും ബുദ്ധിമുട്ടുകൾ വരികയും ചെയ്യാറുണ്ട്. 10 വയസ്സ് വരെയാണ് ടോൺസിലുകൾ വലുതാകുന്നത്. അത് കഴിയുമ്പോഴത്തേക്ക് അതിൻ്റെ സൈസ് കുറഞ്ഞു വരും. അത് കാരണം പ്രശ്നങ്ങൾ അതുകൊണ്ടുണ്ടാകുകയില്ല. ടോൺസിലൈറ്റിസ് വന്നാൽ തീർച്ചയായിട്ടും കടുത്ത പനിയും കാര്യങ്ങളുമൊക്കെ വരാം. അത് അടുത്ത പീഡിയാട്രീഷ്യനെ കാണിച്ച് അസുഖം വൈറസ് ആണോ ബാക്ടീരിയ കൊണ്ടാണോ എന്നുള്ളതിനുള്ള ടെസ്റ്റുകൾ ചെയ്ത് ആവശ്യമായ മരുന്നുകൾ കഴിക്കുക എന്ന് പറയുന്ന പ്രധാനമാണ്. അല്ലാതെ ടോൺസിലൈറ്റിസ് വന്നാൽ ഇതാണ് മരുന്ന് എന്ന് നമുക്കൊരിക്കലും പറയാൻ പറ്റില്ല. ഏത് തരത്തിലുള്ള രോഗാണുക്കളാണോ അതനുസരിച്ച് മരുന്ന് വ്യത്യാസപ്പെടുത്തേണ്ടി വരും. അത് അടുത്തുള്ള പീഡിയാട്രീഷ്യൻ കണ്ടതിന് ശേഷമേ തീരുമാനമെടുക്കാൻ പറ്റുകയുള്ളൂ. ഓക്കെ, നന്ദി വിളിച്ചതിന് ഡോക്ടർ. നമ്മൾ അവസാനത്തെ മിനിറ്റുകളിലേക്ക് കിടക്കുകയാണ്. അപ്പോൾ ഉള്ളതിലെ പ്രധാനപ്പെട്ട കാര്യം ഈ ഒബേസിറ്റിയുടെ കാര്യം പറഞ്ഞു. ജീവിത ശൈലിയിലുണ്ടാകുന്ന പ്രശ്നങ്ങൾ എല്ലായിടത്തും ഈ സ്ക്രീനുകളിലേക്ക് ചുരുങ്ങുന്ന ബാല്യങ്ങളാണ് എല്ലായിടത്തും ചർച്ചയാകുന്നത്. അതിൻ്റെ ഒരു ഔട്ട്കം ആയിട്ടാണ് ഇതിലേക്ക് വരുന്നത്. അപ്പോൾ ഒരു മെസ്സേജ് എന്താണ് പ്രധാനപ്പെട്ടതായി ഇതിൽ കൊടുക്കാനുള്ളത് ഡോക്ടർ? ഇപ്പോൾ താങ്കൾ പറഞ്ഞ ഒരു കാര്യത്തിൽ സ്ക്രീനുകളിലേക്ക് ചുരുങ്ങുന്ന ജീവിതം എന്ന് പറയുന്നത് വളരെ അപകടകരമായ ഒരു കാര്യമാണ് എന്നും കൂടെ പറയാനായിട്ട് ഞാൻ ആഗ്രഹിക്കുകയാണ്. നമ്മുടെ കുടുംബങ്ങളിൽ പലപ്പോഴും ഇപ്പോൾ വലിയ എക്സ്റ്റെൻഡഡ് ഫാമിലി എന്നുള്ളത് മാറിക്കൊണ്ട് ന്യൂക്ലിയർ ഫാമിലി എന്നുള്ള കൺസെപ്റ്റിലേക്കാണ് ജനങ്ങൾ വരുന്നത്. ന്യൂക്ലിയർ ഫാമിലിയിൽ അച്ഛനും അമ്മയും കുട്ടികളും ഉള്ള ഒരു കുടുംബത്തിൽ 2 പേരും ജോലിക്ക് പോയി കഴിയുമ്പോഴത്തേക്ക് കുട്ടികളെ നോക്കാനായിട്ട് ഒരു കെയറർ അങ്ങനെ ഒരാൾ വരും. അവർക്ക് മറ്റ് പല കാര്യങ്ങളും കാണും. അതുകൊണ്ട് കുട്ടികൾ സ്ക്രീനിനോട് കൂടുതൽ അടുപ്പം ചെയ്യും. ഇങ്ങനെ സ്ക്രീനിനോട് കൂടുതൽ സ്ക്രീൻ ടൈം ലഭിക്കുന്ന കുട്ടികളിൽ മറ്റുള്ളവരുമായി ഇടപഴകാനുള്ള അവസരം കുറയുകയും അവർക്ക് ഓട്ടിസം, ADHD എന്ന് തുടങ്ങിയ പലതരത്തിലുള്ള അസുഖങ്ങൾക്ക് അടിമകളാകുകയും ചെയ്യും. ഇവയെല്ലാം നേരത്തെ തന്നെ തിരിച്ചറിഞ്ഞ് അതിന് വേണ്ട ചികിത്സ നൽകുകയാണെങ്കിൽ ഒരു പരിധിവരെ നമുക്ക് നല്ലൊരു സമൂഹത്തെ വാർത്തെടുക്കാൻ സാധിക്കും.
തീർച്ചയായും വളരെ നല്ലൊരു സന്ദേശമാണ്, ഒരു മെസ്സേജാണ് ഡോക്ടർ എസ് കൃഷ്ണമൂർത്തി നമുക്ക് മുന്നിൽ വെച്ചിരിക്കുന്നത്. അപ്പോൾ കുട്ടികളിലെ ആരോഗ്യം, അത് പ്രത്യേകിച്ച് ഈ മഴക്കാലത്തും അതിനപ്പുറത്തേക്കും എന്ന വിഷയത്തിലാണ് ഇന്ന് ഹെൽത്ത് ടോക്കിൽ നമ്മൾ സംസാരിച്ചത്. ചോദ്യങ്ങൾക്ക് മറുപടി പറയായിരുന്നു ഡോക്ടർ എസ് കൃഷ്ണമൂർത്തി. നന്ദി ഡോക്ടർ, നമ്മളോടൊപ്പം ഈ സമയം ചെലവഴിച്ചു. താങ്ക് യു. നന്ദി, നമസ്കാരം.